Hi friends, welcome to another lecture of Advanced Mechanics of Solids. ഇന്ന് നമ്മൾ സിക്സ്ത് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് പ്രാൻഡൽസ് സ്ട്രെസ് ഫംഗ്ഷൻ. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്. ഫിഫ്ത്ത് മൊഡ്യൂളിൽ നമ്മൾ സെൻവലൻസ് മെത്തേഡ് പഠിച്ചിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് പ്രാൻഡൽസ് സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് സെൻവലൻസ് മെത്തേഡിൽ നമ്മുടെ പ്രിൻസിപ്പിൾ ആണ്, അതായത് നമ്മൾ ഫസ്റ്റ് ചെയ്ത് തുടങ്ങുന്നത് തന്നെ എന്താണ്, ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിച്ചുകൊണ്ടായിരുന്നു. എന്നാൽ നേരെ മറിച്ച് പ്രാൻഡൽസ് സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ടോർഷൻ ഓഫ് നോൺ സർക്കുലർ ഷാഫ്റ്റിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു അൾട്ടർനേറ്റ് അപ്രോച്ചാണ്. ഈ അപ്രോച്ചിൽ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ മെയിൻ അൺനോൺ എന്ന് പറയുന്നത്, പ്രിൻസിപ്പിൾ അൺനോൺ എന്ന് പറയുന്നത് ഇതിലെ സ്ട്രെസ് കമ്പോണൻസ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പം അത് മനസ്സിലാവാനായിട്ട് ഇപ്പം നമുക്കറിയാം, നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എല്ലാവർക്കും അറിയാം. സോ ഞാൻ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതുവാണ്. ഡോ ബൈ ഡോ എക്സ് ഓഫ് സിഗ്മ എക്സ് എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ടോ എക്സ് വൈ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ എക്സ് ഇസഡ് is equal to 0. In the absence of body force, this is your first equilibrium equation. And for the second equilibrium equation, we have dou by dou x of tau xy plus dou by dou y of sigma yy plus dou by dou z of tau yz equal to 0, and dou by dou x of tau xz plus dou by dou y of tau yz plus dou by dou z of sigma zz equal to 0. These are the three equilibrium conditions. അപ്പോൾ നമ്മൾ ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ സെൻവലൻസ് മെത്തേഡിൽ നോൺ സർക്കുലർ ഷാഫ്റ്റിൻ്റെ ഡെറിവേഷൻ പഠിച്ച സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞു, ഒരു നോൺ സർക്കുലർ ഷാഫ്റ്റിന് ടോർഷൻ അണ്ടർഗോ ചെയ്യുവാണെങ്കിൽ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് കമ്പോണൻസിൻ്റെ എല്ലാ വാല്യൂ എന്ത് തന്നെയായിരിക്കും, 0 തന്നെയായിരിക്കും. ആൻഡ് സിമിലർലി ടോ എക്സ് വൈ വാല്യൂ എത്ര തന്നെയായിരിക്കും, 0. അതായത് നമ്മൾ സെൻവലൻസ് മെത്തേഡിൽ പ്രൂവ് ചെയ്തായിരുന്നു. സോ അതേ വാല്യൂ ഇവിടെ നമ്മൾ നോക്കി, എൻ്റെ ഫസ്റ്റ് ടൈമിൽ സിഗ്മ എക്സ് എക്സ് 0 ആണ്, ടോ എക്സ് വൈ 0 ആണ്, ഇവിടെ ടോ എക്സ് വൈ 0 ആണ്, സിഗ്മ വൈ വൈ 0 ആണ്, തേർഡ് ഇക്വേഷനിൽ സിഗ്മ ഇസഡ് ഇസഡ് 0 ആണ്. സോ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ടോ എക്സ് ഇസഡ് ഈക്വൽ ടു 0, dou by dou z of tau yz equal to 0, and dou by dou x of tau xz plus dou by dou y of tau yz is equal to 0. അപ്പം നമ്മൾ കമ്പോണൻസ് ഓഫ് സ്ട്രെസ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ മൂന്ന് ഇക്വിലിബ്രിയം കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫംഗ്ഷൻ ചൂസ് ചെയ്യേണ്ടത്. ശരിയല്ലേ? അപ്പം ഈ ഫംഗ്ഷൻസ് ചൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ സെൻവലൻസ് മെത്തേഡിൽ എന്തൊക്കെ അസംഷൻസ് ആയിരുന്നോ യൂസ് ചെയ്തിരുന്നത്, അതേ അസംഷൻസ് തന്നെയാണ് പ്രാൻഡൽസ് മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മളവിടെ പഠിച്ചിരുന്ന വാർപ്പിംഗ് ഫംഗ്ഷൻ സൈ എന്ന് നമ്മൾ പഠിച്ചാണ്. സെൻവലൻസ് മെത്തേഡിൽ നമ്മൾ വാർപ്പിംഗ് ഫംഗ്ഷൻ പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ വാർപ്പിംഗ് ഫംഗ്ഷന് പകരമായിട്ട് പ്രാൻഡൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫംഗ്ഷനെയാണ് സ്ട്രെസ് ഫംഗ്ഷൻ, അല്ലെങ്കിൽ പ്രാൻഡൽസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, പ്രാൻഡൽസ് സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഈ പ്രാൻഡൽസ് ഫംഗ്ഷനും സെയിം പ്രാൻഡൽ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ പ്രാൻഡൽ ഫംഗ്ഷനും എന്താണ്, സെയിം അസംഷൻസ് തന്നെ, വാർപ്പിംഗ് ഫംഗ്ഷനുള്ള അതേ അസംഷൻസ് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് പ്രാൻഡൽസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആയിരിക്കും, ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് എന്തായിരിക്കും, ഇസഡ് ആയിരിക്കും. ഈ രണ്ട് പോയിൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം. അപ്പോൾ വാർപ്പിംഗ് ഫംഗ്ഷനിൽ ഇതേ അസംഷൻ ആയിരുന്നു, ആ അസംഷൻസ് ഇവിടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ ആദ്യമേ തുടക്കത്തിലേ പറഞ്ഞു, പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടുത്തെ പ്രിൻസിപ്പിൾ അൺനോൺ എന്ന് പറയുന്നത് സ്ട്രെസ് കമ്പോണൻസ്. അപ്പോൾ സ്ട്രെസ് കമ്പോണൻസിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ നോക്കി, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇസഡ്, ഡോ ബൈ ഡോ ഇസഡ് എന്താകും, 0. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും, ഫസ്റ്റ് രണ്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈഡ് ആയിക്കോളും. കാര്യം നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇസഡ് ആണെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ സ്ട്രെസ് കമ്പോണൻസിനെയാണ് ഡിഫൈൻ ചെയ്യാൻ വന്നത്. എന്നാൽ സെൻവലൻസ് മെത്തേഡിൽ നമ്മൾ യു ഈസ് ഈക്വൽ ടു മൈനസ് തീറ്റ വൈ ഇസഡ്, വി ഈസ് ഈക്വൽ ടു തീറ്റ എക്സ് ഇസഡ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ അവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഫൈൻ ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ സ്ട്രെസ്സാണ് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഈ ഒരു ബേസിക് അസംഷൻ കാരണം ഫസ്റ്റ് രണ്ട് ഇക്വിലിബ്രിയം ഇക്വേഷൻസും എന്ത് ചെയ്തോളും, സാറ്റിസ്ഫൈ ചെയ്തോളും. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ തേർഡ് ഇക്വിലിബ്രിയം ഇക്വേഷൻ, ദാറ്റ് ഈസ് ഡോ ബൈ dou x of tau xz plus dou by dou y of
ഡോ വൈ ഇസഡ് സാറ്റിസ്ഫൈ ഈക്വൽ ടു 0 സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എൻ്റെ പ്രാൻഡിൽസ് ഫംഗ്ഷൻ ചൂസ് ചെയ്യാൻ, എൻ്റെ ഫംഗ്ഷൻ ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ സ്ട്രെസ് കമ്പോണൻസിനെ ഡിഫൈൻ ചെയ്യാൻ. അപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ the stress components tau xz and tau yz are defined such that tau xz is equal to dou phi by dou y and tau yz is equal to minus dou phi by dou x. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫംഗ്ഷന് സ്ട്രെസ് കമ്പോണൻസ്, അൺനോൺ സ്ട്രെസ് കമ്പോണൻസിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ എന്താ പറയും, പ്രാൻഡിൽസ് സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിംപ്ലി സ്ട്രെസ് ഫംഗ്ഷൻ എന്ന് പറയും. ഇതൊരു സ്കെയിലാർ ഫംഗ്ഷൻ തന്നെയാണ്. ആ ഫംഗ്ഷന് വാർപ്പിംഗ് ഫംഗ്ഷൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇസഡ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നോക്കി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കി. എക്സ് ഇസഡിനെ എക്സിൽ ഡെറിവേറ്റീവ് എടുത്തു. ദാറ്റ് മീൻസ് ഇറ്റ് ബിക്കംസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഫൈ ബൈ ഡോ എക്സ്. ദാറ്റ് ബിക്കംസ് മൈനസ് ഡോ സ്ക്വയർ dou square phi by dou x dou y. So plus minus, that becomes 0. So the condition is satisfied. So this is the definition of stress components by using the Prandtl stress function. ഓക്കെ, അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പ്രാൻഡിൽസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രാൻഡിൽസ് മെത്തേഡിലെ ഗവേണിംഗ് ഇക്വേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കണം. അപ്പം സെൻറ്റ് വാലൻസ് മെത്തേഡിൽ നമ്മൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസിൽ നിന്നുമായിരുന്നു എന്ത് ചെയ്യുന്നത്, ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുന്നെങ്കിൽ പ്രാൻഡിൽസ് മെത്തേഡിൽ നമ്മൾ സെക്കൻഡ് സെറ്റ് ഓഫ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഗവേണിംഗ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ആ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്, ഗവേണിംഗ് ഇക്വേഷൻ യൂസിങ് കോമ്പാറ്റബിലിറ്റി കണ്ടീഷൻ. സോ വി ആർ ഗോയിങ് വിത്ത് ദി ഗവേണിംഗ് കണ്ടീഷൻ. ഗവേണിംഗ് ഇക്വേഷൻ. ഗവേണിംഗ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഓർക്കുക, സെക്കൻഡ് സെറ്റ് ഓഫ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി ഇക്വേഷനാണ്. സെക്കൻഡ് സെറ്റ് ഓഫ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി സെക്കൻഡ് സെറ്റ് ഓഫ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, അവിടെ നമുക്ക് ഷിയർ കമ്പോണൻസിനെ നമ്മൾ എന്തുമായിട്ടായിരുന്നു, നോർമൽ കമ്പോണൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുമായിരുന്നു. അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് 3 ഷിയർ കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ഷിയർ കമ്പോണൻസ് ഉള്ളത് അല്ലേ. ഗാമ സ്ട്രെയിൻ ആണ്. സോ നമുക്കുള്ള കമ്പോണൻസിനാണെന്ന് പറയുകയാണ്, ഗാമ എക്സ് ഇസഡ് ഉണ്ട്, അതുപോലെ ഗാമ വൈ ഇസഡ് ഉണ്ട്, അതുപോലെ ഗാമ എക്സ് വൈ ഉണ്ട്. സോ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എഴുതാൻ വേണ്ടി ഞാൻ എഴുതാം. സോ ഗാമ നമുക്ക് കമ്പോണൻസ് ഞാൻ എഴുതാണ്, ഗാമ എക്സ് ഇസഡ്, ഗാമ എക്സ് വൈ ആൻഡ് ഗാമ വൈ ഇസഡ്. ഇത് മൂന്നുമാണ് നമ്മളുടെ ഷിയർ സ്ട്രെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഇതിലില്ലാത്ത ടേം ഏതാ, വൈ ആ. അതുകൊണ്ട് ഞാൻ ഈ ടേമിനെ എന്ത് ചെയ്തു, ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് ഇസഡ്. ഞാൻ ഇക്വേഷൻ എഴുതാനുള്ള ഒരു സിമ്പിൾ ലോജിക്കാണ് ഈ പറഞ്ഞു തരുന്നത്. സോ ഇവിടെ ഇല്ലാത്തത് ഏതാണ്, ഇസഡ് കമ്പോണൻ്റ് ആണുള്ളത്. സോ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ദിസ് കമ്പോണൻറ്റ്, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു. തേർഡ് കമ്പോണൻറ്റ് അതിൽ നിന്ന് സബ്ട്രാക്ട്. അപ്പോൾ ഇത് രണ്ടും എഴുതി നിങ്ങൾക്ക് മനസ്സിലാക്കി ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ട്, ഇവിടെ എക്സ് ആണില്ലാത്തത്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് വൺ. സോ ഇതാണ് തേർഡ് എലമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, സബ്ട്രാക്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ദ ഹോൾ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സിൽ തന്നെ ഡെറിവേറ്റീവ് ഇടുന്നു. സോ ഡോ ബൈ ഡോ എക്സ്. അപ്പോൾ ഇവിടെ സബ്ട്രാക്ട് ചെയ്യുന്ന ടേം ഏതിലാണോ ഡെറിവേറ്റീവ്, അതുകൊണ്ട് മൊത്തം ഫംഗ്ഷനെയും ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്നു. സോ ദാറ്റ് വിൽ ഒബ്റ്റെയിൻഡ് ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു എക്സ് ആണ് ഇവിടെ. അപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എപ്സിലോൺ എക്സ് എക്സ് ആയിരിക്കും. അത് 2 ടൈംസ് ഇവിടെ ഇല്ലാത്ത ആയിരിക്കും വൈയും ഇസഡും. സോ ഡോ സ്ക്വയർ ബൈ ഡോ വൈ ഡോ ഇസഡ്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് equation in the second set of strain compatibility equation. So similarly നമ്മൾ അടുത്ത സെക്കൻഡ് സെറ്റിലെ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ ഒന്ന് മാറ്റിയാൽ മതി. സോ ഞാൻ വൈനെ അങ്ങ് കൊണ്ടുപോയി. സോ ഗാമ എക്സ് വൈ ഉണ്ട്, ഗാമ വൈ ഇസഡ് ഉണ്ട്, ഗാമ എക്സ് ഇസഡ് ഉണ്ട്. നേരത്തെ പറഞ്ഞു ഇവിടെ ഇല്ലാത്തത് ആരാ, ഇസഡ്. സോ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഗാമ എക്സ് വൈ പ്ലസ് ഇവിടെ ഇല്ലാത്ത എക്സ്, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ ഇസഡ് മൈനസ് ഇവിടെ ഇല്ലാത്ത വൈ, ഡോ ബൈ ഡോ വൈ ഓഫ്
ദിസ് വാല്യൂ. സോ സബ്ട്രാക്ട് ചെയ്തെടുത്ത് വൈയിലാണ്, സോ ഹോളിനെ ഞാൻ വൈയിൽ ഡെറിവേറ്റീവ് എടുത്തു. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് 2 ടൈംസ് എപ്സിലോൺ വൈ വൈ ആയിരിക്കും കിട്ടാൻ പോകുന്നത്, ഇല്ലാത്തത് എക്സ് ഇസഡും. സോ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ ഇസഡ്. സിമിലർലി തേർഡ് ഇക്വേഷൻ എഴുതുകയാണ്, ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതാം. ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ഗാമ എക്സ് വൈ ഈക്വൽ ടു 2 ടൈംസ് ഡോ സ്ക്വയർ ബൈ ഡോ വൈ ഡോ എക്സ് ഓഫ് എപ്സിലോൺ ഇസഡ് ഇസഡ്. സോ ഇതാണ് നമ്മുടെ 3 സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി ഇക്വേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇക്വേഷൻ നോക്കി, ഇതിനെ ദ ഹോൾ ഇക്വേഷനെയും നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇസഡിലാണ് ഡെറിവേറ്റീവ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞ ഇതിനകത്ത് എല്ലാം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഇസഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ലാസ്റ്റ് സെറ്റ് ഇക്വേഷനെ എക്സിസ്റ്റ് ചെയ്തിട്ട് രണ്ട് സൈഡും എന്തായി പോകും, 0 ആയി. കാര്യം നോർമൽ സ്ട്രെസ് ഇല്ലാത്തതുകൊണ്ട് എന്തായാലും നോർമൽ സ്ട്രെയിൻ കമ്പോണൻസ് 0 ആയി. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഗാമ എക്സ് വൈയും 0 ആയി. കാര്യം ടോ എക്സ് വൈ 0, ഗാമ എക്സ് വൈയും 0 ആയി. പിന്നുള്ള ഈ രണ്ട് കമ്പോണൻറ്റും എക്സിസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ഈക്വൽ ടു 0 പറഞ്ഞു. പക്ഷേ ഇവിടെയും ദ ഹോൾ ബൈ ഇസഡ് ആണ് ചെയ്തിരിക്കുന്നത്, ഡെറിവേറ്റീവ് എടുത്തത്. സോ 0 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിൽ വരും. സോ തേർഡ് ഇക്വേഷൻ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി ആദ്യത്തെ രണ്ട് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ നോക്കി, നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ നോക്കി, നമുക്ക് ഗാമ എക്സ് വൈ 0 ആണെന്ന് പറയാം. സോ ഈ ടൈം പോയി, ഗാമ എക്സ് വൈ 0 ആണെന്നുള്ളത് പോയി. ഈ സൈഡ് എന്തായി പോയി, 0. കാര്യം എപ്സിലോൺ എക്സ് എക്സ് എന്താണ് 0. ഇവിടെ എപ്സിലോൺ വൈ വൈ 0 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായി 0 ആയിപ്പോയി. ഇവിടെ ഗാമ എക്സ് വൈ എന്തായിപ്പോയി, 0 ആയിപ്പോയി. സോ ദിസ് ഇക്വേഷൻ, ദ ഫസ്റ്റ് 2 ഇക്വേഷൻസ് ക്യാൻ ബി റീറിട്ടൺ ആസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ ഇസഡ് equal to 0, and similarly dou by dou y of dou by dou x of gamma yz minus dou by dou y of gamma xz is equal to 0. സോ ഇങ്ങനെയാണ് നമുക്ക് ഫസ്റ്റ് രണ്ട് കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻസിൽ നിന്നും ഡിറൈവ് ചെയ്ത് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യുക, എന്തൊക്കെ ഷിയർ കമ്പോണൻസാണ് ഉള്ളത് നമുക്കറിയാം. ബൈ ഹൂക്സ് ലോ വി ഹാവ് ടോ ഈസ് ഈക്വൽ ടു എന്താണ്, ജി ഇൻറ്റു ഗാമ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, സോ ഗാമ ഉണ്ട്. സോ ഗാമയ്ക്ക് പകരം അപ്പോൾ എന്ത്, ദെയർഫോർ ഗാമ ക്യാൻ ബി റിട്ടൺ ആസ് 1/g ടൈംസ് ടോ വാല്യൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ എനിക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും? ദ ഫസ്റ്റ് ഇക്വേഷൻ ബിക്കംസ്, ദ ഫസ്റ്റ് ഇക്വേഷൻ ക്യാൻ ബി റീറിട്ടൺ ആസ്, ദ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് എന്തായിരുന്നു, ഡോ ബൈ ഡോ എക്സ് ഓഫ് എന്ത് വരും, ഡോ ബൈ ദ ഹോൾ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് ഇസഡ് ആയിരുന്നു. ഗാമ എക്സ് ഇസഡിനെ എനിക്ക് എങ്ങനെ എഴുതാം, 1/g ടൈംസ് ടോ എക്സ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ ഇസഡ് ആയിരുന്നു. ഗാമ വൈ ഇസഡിനെ 1/g ഇൻറ്റു ടോ വൈ ഇസഡ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. 1/g കോമൺ എടുത്ത് കട്ട് ചെയ്ത് കളഞ്ഞു. സോ റെസ്റ്റ് ഓഫ് ദി ഇക്വേഷൻ ക്യാൻ ബി ഡോ ബൈ ഡോ എക്സ് ഓഫ് the whole into dou by dou y of tau xz minus dou by dou x of tau yz equal to 0. The first condition ഇങ്ങനെ മാറ്റി എഴുതാം. ഇനി ഈ ഫസ്റ്റ് കണ്ടീഷനിൽ നമുക്കറിയാം നമ്മൾ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്ത് വെച്ചാൽ എക്സ് ഇസഡിനും വൈ ഇസഡിനും വാല്യൂ എന്താ, ടോ എക്സ് ഇസഡ് എന്ന് പറഞ്ഞാൽ ടോ എക്സ് ഇസഡ് ഈസ് നത്തിങ് ബട്ട് ഡോ ഫൈവ് ബൈ ഡോ വൈ ആൻഡ് ടോ വൈ ഇസഡ് ഈസ് നത്തിങ് ബട്ട് മൈനസ് ഡോ ഫൈവ് ബൈ ഡോ എക്സ്. So on substituting this value, that becomes dou by dou x of dou by dou y into tau xz is dou phi by dou y minus dou by dou x of yz എന്ന് പറയാൻ എനിക്ക് എന്തായിരുന്നു, മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. So which implies dou by dou x of the whole into this becomes dou square phi by dou y square plus dou square phi by dou x square equal to 0. So which implies ഇതെന്തായി, del square dou square by dou x square plus dou square by dou y square, that is del square. So dou by dou x of del square phi equal to 0 എന്ന് വരും. ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. സിമിലർലി നമ്മൾ ഇതേപോലെ സെക്കൻഡ് സെറ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയ എൻ്റെ സെക്കൻഡ് സെറ്റ് ഇക്വേഷൻ ഇതിനകത്തോട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ
1/g ടോ വൈ ഇസഡ് എന്ന് കൊടുക്കുന്നു, ഇവിടെ 1/g ടോ എക്സ് ഇസഡ് എന്ന് കൊടുക്കുന്നു. ടോ എക്സ് ഇസഡിനും ടോ വൈ ഇസഡിനും നമ്മൾ പ്രാൻഡൽ സ്ട്രെസ് ഫംഗ്ഷൻ അസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വി വിൽ ഗെറ്റ് ഡോ വൈ ഓഫ് ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു 0 എന്ന് വരും. സോ നമ്മൾ ഈ രണ്ട് കണ്ടീഷന് നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. നോക്കി, ഡെൽ സ്ക്വയർ ഫൈനെ എക്സിൽ ഡെറിവേറ്റീവ് എടുത്താലും വൈയിൽ ഡെറിവേറ്റീവ് എടുത്താലും 0 വരുന്നു, വിച്ച് ഇംപ്ലൈസ് ഡെൽ സ്ക്വയർ ഫൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണെന്ന് മനസ്സിലായി. അപ്പം ഈ കോൺസ്റ്റൻറ്റ് എത്രയാണെന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ആ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഡെൽ സ്ക്വയർ ഫൈ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്നുള്ള വാല്യൂ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ LHS എടുത്തു, ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ ഫൈ എഴുതും. ഡെൽ സ്ക്വയർ ഫൈ എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ എന്ന് എഴുതാം. ഇതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്താൽ എനിക്ക് എഴുതാം ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് എഴുതാം. ഇവിടെ നമുക്ക് ഡോ ഫൈ ബൈ ഡോ എക്സിനും അതുപോലെ ഡോ ഫൈ ബൈ ഡോ വൈക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. കാര്യം എന്താ? നമുക്ക് ടോ എക്സ് ഇസഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഡോ ഫൈ ബൈ ഡോ വൈ ആണെന്ന് പറയാം. അതുപോലെ ടോ വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ആണെന്നും അറിയാം. അപ്പോൾ ആ രണ്ട് വാല്യൂസും ഈ പ്ലേസിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? സോ ദാറ്റ് ബിക്കംസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ ബൈ ഡോ എക്സ് എന്താവും? മൈനസ് ടോ വൈ ഇസഡ്. സോ മൈനസ് ടോ വൈ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എന്തായി? ടോ എക്സ് ഇസഡ് എന്നായി. സോ ഇവിടെ നമുക്ക് ടോ വാല്യൂ കിട്ടി. സോ ടോ വാല്യൂ കിട്ടിയാൽ ടോ ഈസ് ഈക്വൽ ടു എന്തെന്നാണ് പറഞ്ഞത്? ജി ഗാമ ബൈ ഹൂക്സ് ലോ. സോ ആ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം വി വിൽ ഗെറ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് മൈനസ് ജി ഗാമ വൈ ഇസഡ് പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് ജി ഗാമ എക്സ് ഇസഡ്. ക്ലിയർ? അപ്പോൾ ഈ വാല്യൂ കിട്ടി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എൻ്റെ വാല്യൂയിൽ നിന്ന് ഒരു മൈനസ് ജി ഇങ്ങ് കോമൺ എടുത്തു. സോ മൈനസ് ജി ഇൻറ്റു ദ ഫസ്റ്റ് ടൈം ഇത് മൈനസ് ജി പോകുമ്പോൾ ഈ ടൈം എന്തായി? പ്ലസ് ആയി. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ ഇസഡ് മൈനസ് ഇവിടുന്ന് മൈനസ് ജി ആയി പോയി. അപ്പം പ്ലസ് പോയിന്ന് ഒരു മൈനസ് പോയി, മൈനസ് അങ്ങ് വെളിയിൽ പോയി. സോ മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഗാമ എക്സ് ഇസഡ്. ഇനി നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിലേഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കേണ്ടതാണ്. സോ അത് എങ്ങനെ എളുപ്പത്തിൽ എഴുതാമെന്നാണ് പറയുന്നത്. ഗാമ വൈ ഇസഡ്, നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഏതൊക്കെയാണ് ഉള്ളത്? എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എഴുതുന്നത് യു വി എ ഡബ്ല്യു എന്നാണ് എഴുതുന്നത്. എക്സ് ഡയറക്ഷൻ ഉണ്ടാകുന്ന യു, വൈ ഡയറക്ഷൻ ഉണ്ടാകുന്ന വി, ഇസഡ് ഡയറക്ഷൻ ഉണ്ടാകുന്നത് ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഇപ്പോൾ എഴുതാനുള്ള എളുപ്പത്തിന് പറയാം. വൈ ഇസഡ് ആണെങ്കിൽ നമുക്കറിയാം വിയും ഡബ്ല്യു ആണ് ഡിസ്പ്ലേ. അപ്പോൾ ക്രോസ് ചെയ്ത് എഴുതുക. സോ നോക്കി, ഡബ്ല്യുവിനെ വൈ ആയിട്ടാണ്. സോ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ ഇസഡ്. സിമിലർലി ഗാമ എക്സ് ഇസഡ് നോക്കി, ഗാമ എക്സ് ഇസഡ് യുവും ഡബ്ല്യു ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ക്രോസ് ചെയ്ത് നോക്കി. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഇസഡ്. ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്താ ഇതിൻ്റെ സ്ഥാനത്തേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൈനസ് ജി ഇൻറ്റു നോക്കി ഡോ ബൈ ഡോ എക്സ് ഓഫ് ഗാമ വൈ ഇസഡ്. ഗാമ വൈ ഇസഡ് ഇതല്ലേ, ഇതിനെ എക്സിൽ ഡെറിവേറ്റീവ് എടുക്കണം. വൈ ഇസഡിനെ എക്സിൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഈ വാല്യൂവിനെ എക്സിൽ ഡെറിവേറ്റീവ് എടുത്തുനിന്ന് എഴുതിക്ക് ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ വൈ ഡോ ഇസഡ്. ഈ മൈനസ് സൈൻ അതുപോലെ ഞാൻ ഇവിടെ മൈനസ്. ഈ ടൈമിനെ എനിക്ക് എന്താ വൈയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ രണ്ട് ടൈമും പ്ലസ് ആയതുകൊണ്ട് മൈനസ് ആയി പോകും. മൈനസ് ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ ഈ മൈനസ് അകത്തോട്ടൊന്ന് മൈനസ്. ഇതിനെ വൈയിൽ വീണ്ടും ചെയ്തു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ ഇസഡ്. സോ ഡബ്ല്യുവിൻ്റെ രണ്ട് ടൈംസും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. സോ ദാറ്റ് ബിക്കംസ് മൈനസ് ജി ഇൻറ്റു ഡോ സ്ക്വയർ വി ബൈ ഡോ എക്സ് ഡോ ഇസഡ് മൈനസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ ഇസഡ്. സോ നമുക്കറിയാം യു ഈസ് ഈക്വൽ ടു നമ്മൾ സെൻവൻസി പഠിച്ച ഇക്വേഷൻ അന്ന് പറഞ്ഞ ഓർത്ത് മൈനസ് തീറ്റ വൈ ഇസഡ് എന്നും വി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? തീറ്റ എക്സ് ഇസഡ് എന്നുമായിരുന്നു. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി.
വിനെ എക്സിലും ഇസഡിലും ഡെറിവേറ്റ് ചെയ്തെടുത്ത് എക്സിലും ഇസഡിലും ഡെറിവേറ്റ്. സോ ദാറ്റ് ബിക്കംസ് തീറ്റ. സോ ദാറ്റ് ഈസ് മൈനസ് ജി ഇൻറ്റു തീറ്റ മൈനസ് യുവിനെ വൈലും ചെയ്തു ഇസഡിലും. അപ്പോൾ വൈയും പോയി ഇസഡും പോയി എന്താ വരും? മൈനസ് തീറ്റ. സോ മൈനസ് തീറ്റ. സോ വിച്ച് ഇംപ്ലൈസ് എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി 2 തീറ്റ വരും, മൈനസ് 2g തീറ്റ എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് ഡെൽ സ്ക്വയർ ഫൈ ഈസ് ഈക്വൽ ടു മൈനസ് 2g തീറ്റ. സോ ദിസ് ഈസ് ദ ഗവേണിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ദി പ്രാൻഡിൽസ് സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡ്. സോ അവിടെ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ? മോഡുലസ് ഓഫ് റിജിഡിറ്റി ആണ്. ആൻഡ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ ഓഫ് ട്വിസ്റ്റ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇതാണ് അതിൻ്റെ ഗവേണിംഗ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെയും ഡെറിവേഷൻ എന്ന് പറയുന്നത്. സംടൈംസ് അത് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിനി അടുത്ത പറയുന്നത് അവിടെ നമ്മൾ എന്തിനാണ് ഈ പ്രാൻഡിൽസ് കൊണ്ടുവന്നതെന്നാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ബൗണ്ടറി കണ്ടീഷൻ സിംപിളറാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാൻഡിൽസ് മെത്തേഡ് കൊണ്ടുവരുന്നത്. നമുക്കറിയാം സെൻറ്റ് വെനൻസ് മെത്തേഡിൽ നമുക്കൊരു വലിയ ബൗണ്ടറി കണ്ടീഷൻ്റെ ഒരു ഇക്വേഷൻ, ഒരു ലോങ് ഇക്വേഷൻ ആയിരുന്നു. അപ്പോൾ ആ വാർപ്പിംഗ് ഫംഗ്ഷൻ കോംപ്ലക്സ് ആകുന്തോറും നമുക്ക് ബൗണ്ടറി ഡിറ്റർമിൻ ചെയ്യാനുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രാൻഡിൽസ് അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ പഠിക്കാൻ നേരം നമ്മൾ പറഞ്ഞു ദ ഡയറക്ഷൻ കൊസൈൻസ്. നമ്മളവിടെ യൂണിറ്റ് നോർമലൊക്കെ വരച്ചെഴുതിയായിരുന്നു. എൻ എക്സ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എന്തായിരുന്നു? ഡി വൈ ബൈ. അത് ആ വീഡിയോയുടെ ലെക്ചർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് സെൻറ്റ് വെനൻസ് മെത്തേഡ് പഠിച്ച ശേഷം മാത്രം ഇത് വരിക. വീണ്ടും ഞാനിവിടെ ഇതൊക്കെ വന്നത് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലെക്ചർ കൂടുതൽ ലെങ്തി ആയിപ്പോവും. സോ ദെൻ എൻ വൈ വാല്യൂ നമുക്ക് കിട്ടുന്നത് മൈനസ് ഡി എക്സ് ബൈ ഡി എസ് എന്നും ആൻഡ് എൻ ഇസഡ് വാല്യൂ കിട്ടുന്നത് എന്തായിരുന്നു? 0 എന്ന് വരും. ദീസ് ആർ ദി ഡയറക്ഷൻ കൊസൈൻസ്. അതേ വാല്യൂ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. വ്യത്യാസമൊന്നുമില്ല, ഫംഗ്ഷൻ മാത്രം മാറിയെന്നേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചുകൊണ്ട് പിന്നെ ഇവിടെ നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ടോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ വൈ ആണെന്നും ടോ വൈ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ആണെന്നും നമ്മൾ ഡിഫൈനും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കോഷി സ്ട്രെസ് ഇക്വേഷൻസ് വീണ്ടും എഴുതാണ്. കോഷി സ്ട്രെസ് ഇക്വേഷൻ നമുക്കറിയാം ഇറ്റ് ഈസ് ടി എൻ എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? സിഗ്മ എക്സ് എക്സ് ഇൻറ്റു എൻ എക്സ് പ്ലസ് ടോ എക്സ് വൈ ഇൻറ്റു എൻ വൈ പ്ലസ് ടോ എക്സ് ഇസഡ് ഇൻറ്റു എൻ ഇസഡ്. സോ എക്സ്റ്റേണൽ ട്രാക്ഷൻ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്കറിയാം ടി എൻ എക്സ് വാല്യൂ എന്താണ്? 0 ആണ്. 0 ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് എക്സ് 0 ആണ്, ടോ എക്സ് വൈ 0 ആണ്, എൻ ഇസഡും 0 ആണ്. 0 പ്ലസ് 0 പ്ലസ് 0 എന്ത് വരും? 0 എന്ന് വരും. സോ ഫസ്റ്റ് കണ്ടീഷൻ 0 ആയിപ്പോയി. സെക്കൻഡ് കണ്ടീഷന് ടി എൻ വൈ ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ ഇൻറ്റു എൻ എക്സ് പ്ലസ് സിഗ്മ വൈ വൈ ഇൻറ്റു എൻ വൈ പ്ലസ് ടോ വൈ ഇസഡ് ഇൻറ്റു എൻ ഇസഡ്. സോ എഗെയിൻ ഇവിടെയും ഞാൻ പറയാം എക്സ്റ്റേണൽ ട്രാക്ഷൻ ഒന്നുമില്ല. ടി എൻ വൈ വാല്യൂ എന്താണ്? 0 ആണ്. സോ 0 ഈസ് ഈക്വൽ ടു ടോ എക്സ് വൈ 0, സിഗ്മ വൈ വൈ 0 ആൻഡ് എൻ ഇസഡ് ഈസ് ഓൾസോ 0. 0 പ്ലസ് 0 പ്ലസ് 0 എഗെയിൻ 0. സോ സെക്കൻഡ് ഇക്വേഷൻ ഈസ് ഓൾസോ 0. ആൻഡ് the final equation ടി എൻ ഇസഡ് ഈസ് ഈക്വൽ ടു ടോ എക്സ് ഇസഡ് ഇൻറ്റു എൻ എക്സ് പ്ലസ് ടോ വൈ ഇസഡ് ഇൻറ്റു എൻ വൈ പ്ലസ് സിഗ്മ ഇസഡ് ഇൻറ്റു എൻ ഇസഡ് ഈക്വൽ ടു അല്ലെങ്കിൽ വിച്ച് ഇംപ്ലൈസ് നോക്കി ട്രാക്ഷൻ ഒന്നുമല്ല. സോ ദാറ്റ് ബിക്കംസ് 0 ഈസ് ഈക്വൽ ടു ഈ വാല്യൂ 0 ആകില്ല, ഈ വാല്യൂവും 0 ആകില്ല, ബട്ട് ദിസ് വാല്യൂ ബിക്കംസ് 0. രണ്ട് വാല്യൂ എന്താണ്? 0 ആണ്. സോ ഇവിടെ നമ്മൾ എഴുതിയപ്പോൾ നമുക്ക് കിട്ടുന്നത് ടോ എക്സ് ഇസഡ് ഇൻറ്റു എൻ ഇസഡ് പ്ലസ് ടോ വൈ ഇസഡ് ഇൻറ്റു എൻ വൈ എന്നായിട്ട്. ആ വാല്യൂസ് നമ്മൾ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ടോ എക്സ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡോ ഫൈ ബൈ ഡോ വൈ. സോ ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു എൻ എക്സ് ആയിരുന്നേ, എൻ എക്സ്. സോ എൻ എക്സ് വാല്യൂ ഈസ് ഡി വൈ ബൈ ഡി എസ് പ്ലസ് ടോ വൈ ഇസഡ് നമുക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു മൈനസ് ഡി എക്സ് ബൈ ഡി എസ് വിച്ച് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനകത്ത് പഠിച്ചതാണ്. ഒരു ഫംഗ്ഷൻ യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എന്താണ്? എക്സ് ആൻഡ് വൈ ആണെങ്കിൽ ഡി യു ക്യാൻ ബി റിട്ടൺ ആസ് എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഇൻറ്റു അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഇവിടെ ഇപ്പോൾ എനിക്ക് എന്താണ് ഡി എസ് കോമൺ എടുത്താൽ കളയാം. ഡി എസ് കോമൺ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് ഡോ ഫൈ ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ പ്ലസ് മൈനസ് ഇൻറ്റു മൈനസ് എന്തായി? പ്ലസ് ആയി ഡോ ഫൈ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അപ്പോൾ അതിന് ഇതുമായിട്ട് ജനറൽ ഇക്വേഷൻ എങ്ങനെയാണ്? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാം ഡിഫറൻഷ്യൽ ഫോമിൽ എഴുതാം. ഡി യു ക്യാൻ ബി റിട്ടൺ ആസ് ഡോ യു ബൈ
ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഇക്വേഷൻ ഏതാണ്ട് അതേപോലെയല്ലേ വന്നേക്ക് നോക്കി, ഡോ ഫൈവ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ യുവിൻ്റെ സ്ഥാനത്ത് 5 വന്നേ ഉള്ളൂ, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ഡി ഫൈവ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ 0. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ 0 ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? എൻ്റെ 5 വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അപ്പം ഞാനൊരു ബൗണ്ടറി കർവ് എടുക്കുവാണെങ്കിൽ ആ ബൗണ്ടറി കർവിൽ 5 വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ 5 ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ 5 ഈക്വൽ ടു സി എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്ന ഇക്വേഷനാണ് ബൗണ്ടറി കർവിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക, സജഷൻസ് കമൻറ്റ് ചെയ്യുക. ഇത് പ്രാൻഡിൽ സ്ട്രെസ് ഫംഗ്ഷൻ മെത്തേഡിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഇക്വേഷൻ ഓഫ് ടോർക്കിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ കൂടി ബാക്കിയുണ്ട്, അതുപോലെ ജെ ഇൻ്റഗ്രലിൻ്റെ ഡെറിവേഷനും ബാക്കിയുണ്ട്. സോ അതുമായിട്ട് നമ്മൾ അടുത്ത ലെക്ചറിൽ കാണാം. താങ്ക് യു ഓൾ.